അയ്യോ ചേട്ടാ ഒരു മിനിറ്റ് കേട്ടോ ഇപ്പൊ പറഞ്ഞു തന്നെ കിളിയെ കാട്ടിലെ മൈന തന്നെ. അപ്പൊ നമ്മൾ ഇവിടുന്ന് തിരിച്ചു. ഇനി ഞങ്ങൾക്ക് ഓരോ അവതാരത്തിനും കൂടി പിക്ക് ചെയ്യാണ്ട്. പ്രതീക്ഷിക്കാത്തൊരു മഴയും നല്ല മഴ, ചെറിയ മഴയൊന്നുമല്ല. ഇവൻ ഓൾറെഡി ലേറ്റ്, അരമണിക്കൂർ. 11 മണി പറഞ്ഞിട്ട് 11:45. ക്ഷമിച്ചിരിക്കുന്നു തൽക്കാലം. വിശാല മനസ്കരായ മെട്രോയുടെ പണി, ഞങ്ങളുടെ മെട്രോ സിറ്റിയായ കൊച്ചിയിൽ മെട്രോയുടെ പണി നടക്കുന്നതുകൊണ്ട് ഒരു അരമണിക്കൂർ ലേറ്റ് ആയി. അതുകൊണ്ട് മെട്രോ സിറ്റി ഉള്ള ആളുകൾ കമന്റ് ചെയ്യേണ്ടത് ആള് ഞങ്ങളെ പോലെ മെട്രോ സിറ്റി ഉള്ള ആളുകൾ അഹങ്കാരം കൊണ്ട് പറയുകയല്ല, അടിയ വഴിയല്ലെന്ന് ഞാൻ ഞങ്ങൾ അങ്ങനെ തൃശ്ശൂരെത്തി. ഞങ്ങളെ ചീഫ് ഗസ്റ്റിനെ വിളിക്കാൻ പോവുകയാണെങ്കിൽ അവളെ നമുക്ക് എന്തോ കാര്യമായിട്ട് തിന്നാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്താ നോക്കണം ആദ്യം. അയ്യോ ചേട്ടാ ഒരു മിനിറ്റ് കേട്ടോ ഇപ്പൊ ഹെൽമെറ്റ് മറന്നിട്ട് വന്ന് ഞാൻ സ്കൂട്ടിന്ന് നേരെ ചാടി കേറിയപ്പോഴേ തല ഭയങ്കര വെയിറ്റ്. എന്താന്ന് നോക്കിയപ്പോ ഹെൽമെറ്റ് തലയ്ക്ക് മേലെ. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് കണ്ടക്ടർ വന്ന സമയത്ത് കണ്ടക്ടർ എന്നെ വല്ലാണ്ട് നോക്കണം. ഞാൻ വിചാരിച്ച എന്നെ ഈ രൂപത്തിലൊക്കെ കണ്ടിട്ടായിരിക്കുമെന്ന്. അയ്യോ നാണം കിട്ട് ചമ്മി നാറി ആൾക്കാർ പേടിച്ചിട്ട് യൂട്യൂബ് ചാനൽ ഇത് പറയട്ടോ. നോക്കുക റെനീഷ് വലിയ ഫ്രീക്കായിട്ട് വരുന്നു. അടുത്ത വീട്ടിൽ താത്തയുടെ പർദ്ദ, എന്റെ ഉമ്മുമ്മയുടെ ഷോള്, മറ്റേ മേമയുടെ ഹെൽമെറ്റ്, സ്വന്തമായിട്ട് ഒന്നുമില്ല. അവസ്ഥ എന്റെ മുട്ടി നോക്ക്. നിന്നെ നടത്തണം മനസ്സിലായി നീ. അപ്പൊ അതെനിക്ക് മനസ്സിലായി. എന്തായാലും എന്റെ ഡ്രസ്സിങ് കണ്ട മനസ്സിലാവില്ല, പക്ഷെ ആ നടത്തം തല്ലാൻ വരുന്ന പോലത്തെ നടത്തം കണ്ടാ നിങ്ങൾക്ക് അടുത്തതായി കാണാൻ പോകുന്നത് BGM അറിയോ? മറ്റേ ലക്ഷ്മിയുടെ BGM. ഏതത്? മറ്റേ BGM മറ്റേ അഴിച്ചിട്ട് കാണിക്കാം. ചന്തുള്ള പേര് അതിലായിരുന്നു. അവളുടെ പേരെന്താ? ഈ ഫുഡ് വന്നിട്ടോ ബഷീഷ മമ്മൂക്ക് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഗൈസ്. ചേട്ടനെ ഏതാ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ലെന്ന്. എനിക്കേതാ ഇഷ്ടം? ഡിഫറെന്റ് പറഞ്ഞാലോ? മൂന്നെണ്ണം പറയാം. എല്ലാം കയറ്റി വരും. ഞാൻ എപ്പോ എടുക്കാം. കേറിയപ്പോ തീറ്റ തുടങ്ങിയാണ്. ഞങ്ങൾ അവിടുന്ന് ഇതുവരെ വന്നിട്ട് തൃശ്ശൂര് വരെ വന്നിട്ട് ഞങ്ങൾ വാ തുറന്നിട്ടില്ല. ഒരുത്തി കൊണ്ട് കാല് വലുതാക്കി വെച്ച് കയറി. അപ്പൊ തുടങ്ങി തീറ്റ. ഇതിപ്പോ സമയം എന്താന്ന് വെച്ചാ ഞങ്ങള് വന്നു, കുഴിമന്തി കഴിച്ചു. ഇപ്പൊ സമയം 3 മണിയും കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ ഇവര് എറണാകുളത്തേക്കും പോകും, ഞാൻ പാലക്കാടും പോകും. അത്ര ഇനി ടൈമുള്ളൂ ഗൈസ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സാധനം അത് കാണിച്ചാ നമ്മൾ എന്താ ഗിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഊതിന്റെ ഒരു സാധനം കൊടുത്തിട്ട് നമ്മൾ അവളെ പൊന്നാനിയിലോട്ട് കൊണ്ടുപോകണം. ഡയറക്റ്റ് മുസ്ലിം ലീഗിലെടുത്തു. അതെ, നമ്മള് മുസ്ലിം ലീഗിൽ എടുത്തിരിക്കുകയാണ്. അതിന്റെ അവളൊരു ശിവായ ഭക്തിയാണ്, അല്ല ഭക്തയാണ്. പക്ഷെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ മാറ്റി സാധനങ്ങളൊക്കെ കൊടുത്ത് പച്ചപ്പട്ട് കൊടുത്ത്. ഹലോ ഭാഷ ഒന്നുകൂടെ പറഞ്ഞേടി നീ. ഏത് ഇപ്പൊ പറഞ്ഞ ഭാഷ? രാവുത്തമ്മരുടെ തമിഴാണ് ഇപ്പൊ പേസിയിട്ടിരിക്കുന്നത്. എന്റെ അമ്മയുടെ തങ്കച്ചി കിട്ടിയേക്കുമേ. അപ്പൊ ഞാൻ ബസ്സിൽ കയറുന്നപ്പോ ഹെൽമെറ്റ് എടുത്തിട്ട് വന്ന കഥയൊക്കെ ഇപ്പൊ ഇത്ര നേരം ചൊല്ലിയിട്ടുണ്ട്. ആർക്കും എല്ലാവരും മനസ്സിലാവുന്നുണ്ട് എന്നെ? ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല. അത് എല്ലാവർക്കും മനസ്സിലാവും. മലയാളവും തമിഴിന്റെയും മിക്സ് ആണ്. മലയാളമാണോ തമിഴാണോ? അതെ, അടിപൊളി. ഹലോ ഗായ്സ്.
സ്റ്റോറി അവിടെ ആ ചായ അടിക്കൂലേ, നമുക്കില്ലേ ചായ അടിക്കുമ്പോ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിലേക്ക് വന്നാൽ മതി സ്റ്റോറി. ഓ ഇതിപ്പോ ആകെ കൺഫ്യൂഷൻ ആയല്ലോ, ഏത് ഓർഡർ ചെയ്യും? ഡൈറ്റിംഗ് ആണല്ലോ നമ്മളെല്ലാരും. അതെ, നമ്മൾ നല്ല ഡൈറ്റിംഗ്. തുറക്കലപ്പം, ചിക്കൻ ചമ്മന്തി അത്രത് അതിൻ്റെ ഉള്ളിൽ കഴി എടുക്കുക. ചിക്കനും ചമ്മന്തി കണ്ടിട്ട് എനിക്ക് അത്ര ഇട്. എപ്പടി ഇருக்கு ഷവർമ്മയുടെ ഒക്കെ ചിക്കനും ചമ്മന്തിയും പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി. ഇതാണ് തുറക്കലപ്പം. കൊള്ളാല്ലേ? മിഠായി ഷുഗർ കട്ട് വന്നിറങ്ങിയപ്പോ തുടങ്ങിയ പറിച്ചില്ല. ഷുഗർ കട്ട് എല്ലാ കടയിലും ഷുഗർ കട്ട് കഴിക്കുമ്പോ എല്ലാരും ഒരുമിച്ച് കാറ് മാറി വാങ്ങോട്ട് വ്ളോഗ് ചെയ്ത് വേറെ ഏതോ കൊണ്ടുപോയാനേ ആരെങ്കിലും ഭാഗ്യം ആരുമില്ല. എന്താ ക്വസ്റ്റ്യൻ എന്താ പറയാ? എന്തൊക്കെയായിരിക്കും ഫുഡ് ഉണ്ടാവുക? അല്ല നമ്മളേക്ക് വിളിച്ചിട്ട് ചെല്ലുമ്പോ ഒരു ഡ്രിങ്ക് ഉണ്ടാവും. ഞാൻ പറയണു ഡ്രിങ്ക് അല്ല, ചായ ഉണ്ടാവും. കാരണം മഴയാണ്. ചായ ഡ്രിങ്ക് ആണ്. ചായ ഡ്രിങ്ക് അല്ല. അയ്യോ അങ്ങനെയാണല്ലേ, കൂൾ ഡ്രിങ്ക് ആന്ന് വിചാരിച്ചു. ശരി ഓക്കെ. ഹോട്ട് ഡ്രിങ്ക്. അതെന്താ? ശരി ഓക്കെ. കഴിക്കാൻ എന്തായിരിക്കും? ചിക്കൻ എന്ത് സ്പെസിഫിക് ആയിട്ട് മന്തി കഴിക്കണ്ടായിരുന്നു ഇവിടുന്ന്. അതെ അതെ, നല്ല ചായയോ സാൻഡ്വിച്ചോ എന്തെങ്കിലും കഴിച്ചു വന്നിട്ട് കഴിക്കായിരുന്നു. ഞാൻ പറഞ്ഞുതരാം, ഉള്ളതൊക്കെ അടിച്ചു പൊറോട്ട ഉണ്ടാവും. എനിക്ക് പെണ്ണ ഛർദിക്കാൻ റൈസ് ഉണ്ടാവും. ഒരു ഫ്രൈഡ് റൈസ് പോലെ തന്നെ എന്തായാലും ഉണ്ടാവും. പിന്നെ അപ്പം ഉണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും, ചിക്കൻ കറി കറി ഉണ്ടാവും. പിന്നെ വേണമെങ്കിൽ ഒരു ബീഫ് റോസ്റ്റ് ഉണ്ടാവും. ഇതൊക്കെ സ്നിഷ അറിയണ്ടാവോ? പിന്നെ ഇനിയിപ്പോ അവള് പോകുമ്പോ വല്ല കഞ്ഞിയും പയറും വല്ല ഉണ്ടാക്കി വെക്കുവോ? എന്താ കുടിച്ചിട്ട് വരും നമ്മൾ? എന്ത് കഞ്ഞിയും പയറും? നമ്മൾ അതും വിടില്ലല്ലോ, നമ്മൾ അത് കഴിച്ചിട്ട് വരും. തറവാട് സ്പെഷ്യൽ അവൽ, കട്ടൻ ചായ, മലര്, മിച്ചർ, പൊരികടല, തേങ്ങ ചിരകിയത്, അവല് നനച്ചത്, അതല്ല ഉദ്ദേശിച്ചത്. ഇത്രയൊക്കെ തിന്ന് വന്നിട്ടും ആക്രാന്തത്തിന് ഒരു കുറവില്ലല്ലേ രണ്ടിനും? എന്നിട്ട് ഈ പറയുന്ന ആളൊന്നും കഴിക്കാത്ത പോലെ. ഞാൻ അവിടെ നിന്ന് തുറക്കലപ്പം തിന്നില്ലല്ലോ നിങ്ങൾ. ടേസ്റ്റ് നോക്കിയില്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് പഴംപൊരിയൊക്കെ മേടിച്ച് തിന്നത് ആരാ? എന്നിട്ട് പഴംപൊരിയുടെ കുപ്പായ ഊരി കളഞ്ഞേക്കുന്നു. കാരണം അതിന്റെ ഉള്ളിലുള്ള പഴം മാത്രമായിരുന്നു നല്ലത്. അപ്പൊ കളഞ്ഞ് എന്തൊക്കെ ചെയ്താലും ആ ചായക്കടക്കാരന് നല്ലൊരു പ്രൊമോഷൻ പ്രതീക്ഷ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ട്. സ്റ്റോറി അയാൾ ആ സ്റ്റോറി കാണാതിരിക്കട്ടെ, ഇവളെ അഡ്രസ് തെരഞ്ഞു വന്നതല്ല. കാരണം ആ ചായ അത്രക്ക് കൂളായിരുന്നു ആ ലിറിക്സിൽ. പക്ഷെ അല്ലായിരുന്നു നല്ല ചായ, നല്ല കാപ്പിയായിരുന്നു. ഓ എല്ലാം കണ്ട് ലാസ്റ്റ് സംശയമുണ്ടോ? ഇല്ല, അവളെ കണ്ടിട്ട് കുറെ കാലമായി. ഞാൻ അവളെ കണ്ടിട്ട് ഇതിൽ സത്യസന്ധമായിട്ട് ഞാനും റിലേഷൻ മാത്രം പറഞ്ഞു. ഞാൻ ഫുഡിന്റെ അല്ല ഒരു കുറ്റസമ്മതം നടത്താനുണ്ട് അനുവിന്. അതൊരു കഥ. ആ കഥ ഒന്ന് പറയൂ അനു, എന്താണ് ആ കഥ? ഒരു തേപ്പിന്റെ കഥ. നല്ലൊരു തേക്കില് തേച്ചു അതിന്റെ ചുരുളിലൂടെ അതിന്റെ കളിപ്പ്. ഇതിന് ഈ പരിപാടിക്ക് എനിക്ക് വേണ്ടി അവൾ ആ ഡേറ്റ് ആദ്യം മാറ്റി വെച്ചു. ട്രിപ്പിന് മൂന്നാർ ട്രിപ്പ് എല്ലാരും കൂടെ പ്ലാൻ ചെയ്തു. ഈ ട്രിപ്പ് ഉണ്ടാക്കിയത് ഞാൻ. അപ്പോ ആദ്യം അവളൊരു ഡേറ്റ് മാറ്റി വെച്ചു. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എന്റെ സൗകര്യം നോക്കിയിട്ട് ആ മാറ്റി വെച്ച ഡേറ്റിന്റെ തലേ ദിവസം വിളിച്ചിട്ട് എനിക്ക് വേറെ ഷൂട്ടിന്റെ ഡേറ്റ് പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ശിക്ഷ വരാൻ പറ്റില്ല, ഒന്നും പറയാണ്ട് കട്ട് ചെയ്ത് പോയി അവള്. എന്നിട്ട് അവര് പോയി വീണ്ടും വിളിച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ മിണ്ടി. പിന്നെ ആ ഒരു തേപ്പ് അങ്ങനെ ഉള്ളിൽ കിടന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഇപ്പൊ അവളെന്നെ വിളിച്ചു, ചേച്ചി എന്റെ വീട് പാലാച്ചാണ്, എന്റെ വീട് കേറി കൂടാണ്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പിണക്കൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഞാൻ ഇതേ വിളിക്കാണ്, വന്നിട്ടില്ലെങ്കിൽ ഇതോടുകൂടി ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു പറഞ്ഞു. ഓക്കെ, ഞാൻ പറഞ്ഞു ചത്തില്ലെങ്കിൽ ഞാൻ വരുന്നു. ചത്തിട്ടില്ല ഗൈസ്, we are on the way. ചത്തിട്ടില്ല. 4 minutes away. ഇനി 4 minutes അതും കൂടെ ആയാൽ അവള് താങ്ങൂല. എന്നെ പോയി ടച്ച് ചെയ്യണ്ട. എന്റെ തേപ്പ് ഭയങ്കര തോട്ട്ഫുൾ ഗിഫ്റ്റ്. അതെ, ഇത്
ഭയങ്കര പ്രഷ്യസ് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു വ്രതം എടുത്തിട്ട് ചെയ്യിപ്പിച്ച പ്രത്യേകം ചെയ്യിപ്പിച്ചതാണ് ഇത്. എല്ലാം മനസ്സിലായ മാതിരി ഒരാൾ ഇരിപ്പുണ്ട് ഇവിടെ. പ്രത്യേക ചായമാണ്. അപ്പൊ ഇതൊരു വ്രതമൊക്കെ എടുത്തിട്ട് ഒരു പ്രത്യേക അനുഷ്ഠാനത്തോടെ ചെയ്യുന്നത്. ഇത് അവർക്ക് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് കിട്ടാൻ ഭയങ്കര പാടാണ്, റെയർ ആണ്. അല്ല അത് വെച്ചാൽ തറവാട്ടിലെ അമ്മേനെ ചേച്ചിയാ വല്യമ്മ. ആ ഭയങ്കര വ്യൂ. അർജുൻ തെണ്ടികൾ എവിടെ ഇറങ്ങി തിരിഞ്ഞു നടന്നു. ഞാൻ പാലക്കാട് നിന്ന് അവിടെയും എങ്ങനെയെങ്കിലും ഒക്കെ എന്തേ കേട്ടാ. നമ്മുടെ അനിയത്തിയുടെ പേര് യൂട്യൂബ് ചാനലിലേക്ക് വരാനുള്ള സാധനമാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നു. ഇതിപ്പോ ഞാൻ എങ്ങനെ തുറക്കും? ഒരു കയ്യിൽ ഫോൺ. അനന്തുവിനെ വെള്ളം കുടിപ്പിക്കുന്ന സീതമ്മ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഭയങ്കര ശത്രുത എടുത്ത സുഭദ്രത്തിലാണ്. ഒന്ന് കൊടുക്കുന്നു, ഒന്ന് വാങ്ങുന്നു, പണി കൊടുക്കുന്നു, പണി വാങ്ങുന്നു. ഇവൻ എന്റെ എതിരാളിയായിരുന്നു. പണി എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നീ ഉണ്ടായിരിക്കും. നമ്മളെ കുറേ ചാനൽ വേറെ വീഡിയോയിലല്ലേ കാണുമായിരിക്കും. പൈത്തരത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ. പിന്നെ ബ്രൂണോ 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 ഒന്നും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ ചെയ്യുന്നു എന്നതാണ് വലിയ കാര്യം. ഞാനിവിടെ ഉണ്ട്, ഞാൻ പോയിട്ടില്ല. അവിടെ ഉണ്ട്, എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് കൂടി. ഭയങ്കര രസമാണ്. മിസ്സായി പോയനല്ലേ നമ്മൾ വന്നില്ലായിരുന്നെങ്കിൽ. ഉറപ്പായിട്ടും ഞങ്ങൾക്കെങ്കിലും മിസ്സാവേയുള്ളൂ. അനുചേച്ചി അവള് കൊന്നു കളഞ്ഞല്ലേ. അതെ, എനിക്ക് ആലോചിച്ചൂടാ. ശരി, അപ്പൊ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞില്ല കേട്ടോ. ഞങ്ങള് വീണ്ടും തുടങ്ങുകയാണ് ഇവിടെ. കൂട്ടുകൂടി പോരാമോ കാട്ടിലെ മൈന തന്നെ, കിളിയെ കാട്ടിലെ മൈന തന്നെ. സുഭാഷ് കുട്ടിക്കുരങ്ങനാണോ പനങ്കിളിയാണോ മാങ്ങ വീണു പനങ്കൊലയിലെ പനകളാടി കാറ്റിലെ പനകളാടി. ഇതെല്ലാം സുബീർ കുറകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസ പ്രകടനം മാത്രമാണ് ഗൈസ്. പാടാൻ പറയുമ്പോ നിമിഷ കവി അപ്പൊ തന്നെ ഒരു പാട്ട് ഉണ്ടാക്കി പാടി. എനിക്ക് ലിറിക്സിന് ഒരു പഞ്ഞില്ല. നീ ആരാ വരാ? നീ നിലാവുള്ള രാത്രി. അയ്യോ അതല്ല, ഞാൻ വേറെ പാട്ടോ. ചേലത്തെ ചെമ്പനും തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ. നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ഏഴുമല പൂ എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരാ. തട്ടമിൽ ഞാൻ കൂട്ടുവെച്ചൊരു മുല്ല മുട്ടിലോറും അത്തറൊന്നു വേണ്ടേ, അത്തറൊന്നു വേണ്ടേ. സുൽത്താന്റെ ചേരുകാരാ.